cake. Now you ഹായ് മൈ ഡിയർ വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 3 ദിവസമൊക്കെ ആയി ഞാൻ വീഡിയോസ് ഇപ്പോൾ ഇട്ടിട്ടെന്നറിയാം. അതിന് ഒന്നും പറയാനില്ല, അതങ്ങനെ ആയിപ്പോയി സാഹചര്യം. എന്തായാലും ഇന്നത്തെ വീഡിയോ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ 13ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. എന്തായാലും നമ്മൾ അപ്പോൾ അവന് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിക്കണം. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ്സ് 2 പേര്, പിന്നെ നമ്മളുടെ ഇവിടെ ഫ്ലാറ്റിലുള്ള കുട്ടികളുണ്ട് കുറച്ച് പേര്, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറച്ച് പിള്ളേർ വേണം, അവരൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ടുള്ള അവൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ കുട്ടികളും അതായത് ഫ്രണ്ട്സുകളൊക്കെ കൂടി ചെന്നിട്ടുള്ള ഒരു ബർത്ത്ഡേ. എന്തായാലും അവർക്കുള്ള റിട്ടേൺ ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ വരുമ്പോൾ വെറുതെ നമുക്ക് തിരിച്ചുവിടാൻ പറ്റില്ലല്ലോ, കാരണം ഓരോ ഫ്ലാറ്റിലും ഓരോ ദിവസം എന്ന് പറഞ്ഞ പോലെ മിക്കപ്പോഴും ഉണ്ടാകും ഓരോരുത്തരുടെ ബർത്ത്ഡേ. അപ്പോൾ ഇവൻ പോകാറുണ്ട്, അപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ ഗിഫ്റ്റൊക്കെ കിട്ടും. അപ്പോൾ നമ്മളും അങ്ങനെ കൊടുക്കണമല്ലോ. അപ്പോൾ റിട്ടേൺ ഗിഫ്റ്റൊക്കെ വാങ്ങിയതാണ് ഇതുപോലുള്ളൊരു ഗ്ലാസ് കപ്പ് മഗ്സുകളാണ് കേട്ടോ. കേക്ക് നമ്മൾ 1 കിലോൻ്റെ ഒരെണ്ണം വാങ്ങുന്നതിന് പകരം 2 എണ്ണമാക്കി 2 ഫ്ലേവറിലുള്ളത് വാങ്ങി. ഹേസൽനട്ട് ട്രഫിൾ കേക്കും അതുപോലെ തന്നെ ഒരു മാംഗോ ഫ്രൂട്ട് കേക്കും. പിന്നെ എൻ്റെ വക ചെറുതായിട്ടൊരു അലങ്കോലപ്പണി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ബലൂൺസും അല്ലാണ്ടുള്ള അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ഒന്ന് ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ. കാരണം ഫ്രണ്ട്സിനൊക്കെ വിളിച്ചേക്കുന്നില്ല, അവർക്ക് വരുമ്പോൾ തന്നെ ഇതൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണല്ലോ എന്ന് തോന്നണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ. മോന് തീരെ താല്പര്യമില്ല ഇതൊന്നും. പിന്നെ പിസയാണ് കുട്ടികൾക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. പിസ്സ, പിന്നെ ജ്യൂസസ്, ചിപ്സൊക്കെ. അപ്പോൾ ഇവർ ഇതുപോലെ ഓരോ ഫ്ലാറ്റിൽ പോകുമ്പോൾ അവിടെ ഇതുപോലെ പിസയും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളായിരിക്കും, അല്ലാതെ വേറെ ഇതൊന്നും വേണ്ട അവർക്ക് കഴിക്കാൻ. പിന്നെ നമ്മൾ മെയിനായിട്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിക്കാൻ കുട്ടികൾക്ക് വയറിനിടുണ്ടെങ്കിൽ അതും കൊടുക്കാമെന്ന് വിചാരിച്ചു, കാരണം ഈ പിസ്സ കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. പിന്നെ മോൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർലിക് ബ്രെഡ് വാങ്ങിക്കുന്നത്, അതുകൊണ്ട് ഇതും വാങ്ങി. അപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു 5 ബോക്സ് വാങ്ങി. പിസ്സ നമ്മൾ 6 ബോക്സ് വാങ്ങി. ഒക്കെ വെജ് വാങ്ങിയത്. കന്നഡികാസ് തിങ്കളാഴ്ച ദിവസം നോൺ വെജ് കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള പിസ്സയുടെ 3 ബോക്സുകൾ ലാർജാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ പിന്നെ ഇത് റിട്ടേൺ ഗിഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിത് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് പേപ്പറിൻ്റെ ഗിഫ്റ്റ് റാപ്പർ വാങ്ങിയതാണ്. കഷ്ടമായിരുന്നു പൊതിയാൻ, അതുകൊണ്ട് ഗിഫ്റ്റ് ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. പിന്നെ അത് അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നപ്പോൾ നമ്മളൊരു 6:30 ആയപ്പോഴേക്കും കേക്ക് കട്ട് ചെയ്തു കേട്ടോ. ഫ്രണ്ട്സുകളൊക്കെ വന്നവരെ കുറേ നേരം കളിക്കാൻ വിട്ടു. പിന്നെ ഇനി വേണ്ട, അവരെ വിളിച്ച് വേഗം കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ചേച്ചിയൊക്കെ പിന്നെ എത്തിയത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കുറച്ച് കുഞ്ഞു കുട്ടികളുണ്ട്, അവർക്ക് വേഗം പോയി കിടന്നുറങ്ങണം. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കേക്കൊക്കെ അവരെ കൊണ്ട് കട്ട് ചെയ്തു. മോൾക്ക് അപ്പോഴേക്കും അവൾക്ക് ഒരെണ്ണം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് കട്ട് ചെയ്ത് പിന്നെ അവർക്കൊക്കെ കൊടുത്ത്. ഇവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചെറിയ കുട്ടികളുണ്ടെന്നൊന്നും ഓർക്കാണ്ട് ഓടിയ നമുക്ക് തന്നു. എന്തോ ഭാഗ്യം, അച്ഛനും അമ്മയ്ക്കും. സാധാരണ അതൊന്നും ആർക്കും മറന്നു പോകാറ് പതിവ്. ഇപ്രാവശ്യം അച്ഛനും അമ്മയ്ക്കൊക്കെ തന്നു. എന്നിട്ട് പിന്നെ നേരെ അവൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്തേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നത് 2 ചെറിയ കുട്ടികളുണ്ട് കണ്ടില്ലേ ഫ്രണ്ടിൽ. അപ്പോഴാണ് അവൻ പിന്നെ ഓടിപ്പോയി അവർക്കൊക്കെ കൊടുത്തത്. അങ്ങനെ അവരുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ കഴിക്കാൻ കൊടുത്തു. അതൊന്നും ഞാൻ വീഡിയോസായിട്ട് എടുത്തില്ല കേട്ടോ. അവർക്ക് വേറെ ഞാൻ പ്ലേറ്റിലാക്കി കേക്കും ചിപ്സും ജ്യൂസൊക്കെ ഇപ്പോൾ കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ അവരെ നമ്മൾ താഴത്തേക്ക് വീണ്ടും കളിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർ 2 പേര് HSRൽ നിന്ന് വരുന്നതാണ്. അവർ വരുമ്പോഴേ വേവ് ബോർഡൊക്കെ കൊണ്ട് ഇപ്പം പറഞ്ഞ് ഒപ്പിച്ചിട്ടാണ് വിളിച്ചേക്കുന്നത്. വേവ് ബോർഡൊക്കെ കൊണ്ടുവന്ന് നമുക്കിവിടെ കളിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ വന്നേ. അപ്പോൾ അവരങ്ങനെ പോയി കളിച്ചു കുറച്ച് നേരം. അങ്ങനെ അവർ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ പിസയൊക്കെ കൊടുത്തത് അവർക്ക്. അപ്പോഴേക്കും ചേച്ചിയൊക്കെ എത്തി കേട്ടോ, അമ്മയും എല്ലാവരും എത്തി. പിസ നമ്മൾ സാധാരണ റെഗുലർ ആണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ലാർജ് വാങ്ങിച്ചു. 8 പീസ് വരുമെന്നൊക്കെ അറിയാം. നമ്മളിങ്ങനെ കുട്ടികൾ ഓരോരുത്തർ 2 പീസൊക്കെ വെച്ച് കഴിക്കുമല്ലോ, അങ്ങനെയാണ് നമ്മൾ 6 ബോക്സ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ലാർജ് പിസ്സ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ സ്ലൈസുകളും നല്ല സൈസാണ്. അപ്പോൾ അത് ഓരോന്ന് കഴിച്ചപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ മതിയായിട്ടോ, വയറൊക്കെ നിറഞ്ഞു അവരുടെ. പിന്നെ ജ്യൂസും കുടിക്കുന്നുണ്ട്. ചിലവരൊക്കെ 2 പീസൊക്കെ വെച്ച് കഴിക്കണുള്ളൂ. എന്തായാലും ഒരു 3 ബോക്സ് അങ്ങനെ തന്നെ ബാക്കി വന്നു, ഒന്നുപോലെ അനക്കാണ്ട്. പിന്നെ അത് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തത് തീർത്തു. ഇവിടെയും വെച്ച് വരണം. പിന്നെ റിട്ടേൺ ഗിഫ്റ്റുകൾ നമ്മൾ കവറിലാക്കിയിട്ടുണ്ടായില്ല, അത് അപ്പോഴാണ് ചെയ്യേണ്ടായിരുന്നത്. അതൊക്കെ ആക്കി റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇവിടെ ചേച്ചിയൊക്കെ വന്നപ്പോൾ അവർ ഓരോരുത്തരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും കേട്ടോ. അപ്പോൾ അവരങ്ങനെ ചെയ്യുക. ഒക്കെ കൂടി നല്ല ബഹളമയായിരുന്നു. അവന് എന്തായാലും മോൻ നന്നായിട്ട് എൻജോയ് ചെയ്തു അവരുടെ കൂടെ കളിയും ബഹളവും ഒക്കെ ആയിട്ട്. എൻ്റെ 2 ഫ്രണ്ട്സുകൾ വരുന്നതായിരുന്നു. എന്തായിരുന്നു എൻ്റെ മൊബൈൽ എനിക്ക് തരണുണ്ടായിരുന്നില്ല. ലൊക്കേഷൻ അയച്ചു കൊടുക്കൽ, വിളിക്കൽ, എവിടെയാണ് പ്രോപ്പർ ലൊക്കേഷൻ ഏതാണെന്ന് ചോദിക്കൽ, പിന്നെ അവരുടെ പാരൻസ് വിളിക്കുമല്ലോ. അങ്ങനെ ഓരോരുത്തരുടെ അമ്മമാരെ കൊണ്ട് വിട്ട് അവർ തിരിച്ചു പോവും.
എന്തായാലും പ്രാവശ്യത്തെ ബർത്ത്ഡേ മോൻ അടിച്ചു പൊളിച്ചു എന്ന് പറയാം. ഫ്രണ്ട്സുകളൊക്കെ ആയ കാരണം ഇവിടെ ഫ്ലാറ്റിലും ഉണ്ട് കേട്ടോ. ഈ നിൽക്കണ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നവനാണ് അവൻ്റെ ഇവിടുത്തെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. അവനേക്കാൾ താഴെയാണ്, 5th ഇപ്പോൾ ഏകദേശം ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 6 വർഷത്തോളം ആവാറായിട്ടോ. അപ്പോൾ അന്ന് തുടങ്ങിയ ഈ കുട്ടി വിളിക്കുന്നത് അവനെ കളിക്കാനായിട്ട്. ഇവൻ പോവേ ഇല്ല, ഞാൻ കുറേ നിർബന്ധിച്ചു, ഇവൻ പോകണില്ല. പിന്നെ ഇപ്പോൾ 1 വർഷമൊന്നും ആയിട്ടില്ല ഇവർ കളിക്കാനായിട്ട് പോയി തുടങ്ങിയിട്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്കൊന്നും ഇവരില്ല, ഇവരൊന്നുമായിട്ടൊന്നും ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത കാരണം ഇവരൊന്നും വിളിച്ചിട്ടില്ല. ഇപ്രാവശ്യമല്ല വന്നത്. അപ്പോൾ 1 കൊല്ലമൊന്നും ആയിട്ടില്ല ഇവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഭയങ്കര ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വിളിക്കുന്നത് കാത്തുക്കും അവിടെ. ഇത് ആരും എടുക്കണില്ലേ? കേക്ക് ആർക്കും വേണ്ടേ? ഇവരിപ്പോൾ PG ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റൗണ്ട് താഴെ പോവും. പിന്നെ വന്നിട്ട് ഈ ദൂരെയുള്ള കുട്ടികളെ പറഞ്ഞയക്കാനായിട്ട് ഒരാൾ പോകുമ്പോൾ എല്ലാവരും കൂടി താഴെ ഇറങ്ങും, എന്നിട്ട് തിരിച്ചു വരും. പിന്നെ അടുത്ത ആൾ പോകുമ്പോൾ എല്ലാവരും കൂടി താഴ്ത്തിറങ്ങും, തിരിച്ചു വരും. ഇത് തന്നെയായിരുന്നു ഒരു പണി. പിന്നെ ഒക്കെ കൂടി വന്നു റിട്ടേൺ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി എല്ലാം വന്ന് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കുറച്ച് പേര് ഗെയിമൊക്കെ കളിച്ചു, അങ്ങനെ പോയേ. പിന്നെ ഇതേ ഡാൻസാണ് കേട്ടോ, അവിടെ ഭയങ്കരമായ ഡാൻസ്. പാട്ട് ഞാൻ ഇതിലില്ലാത്ത എനിക്ക് കോപ്പിറൈറ്റ് വന്ന ഇഷ്യൂ വന്നാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അതും കൂടി വെച്ച രസമായിരുന്നു. മോനെ വെച്ചാൽ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാണ്ട് ഞങ്ങൾ പറഞ്ഞു എല്ലാവരും പോയി കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ തുറക്കാൻ സമാധാനത്തിൽ കേട്ടില്ല. ഇപ്പോൾ ഫ്രണ്ട്സുകൾ ക്ലാസ്മേറ്റ്സുകൾ വന്ന് അവർ നേരെ അവൻ്റെ കയ്യിൽ ഗിഫ്റ്റ് കൊടുത്തു. അപ്പം തന്നെ അത് ഓപ്പൺ ചെയ്തു. ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊന്നും വെയിറ്റ് ചെയ്തില്ല. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ പോയി ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ടിരിക്കും. അതുപോലെ തന്നെ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ കാര്യം പറയണ്ടേ, ഈ കുട്ടികളൊക്കെ ആ ഡോറിൻ്റെ അവിടെയും വഴിയിലൊക്കെ നിന്നിത് തുറന്ന് അവിടെയൊക്കെ വലിച്ചു വാരിയിടലായിരുന്നു. ഞാൻ അത് പറക്കിക്കൊണ്ട് നടന്ന് വീട്ടിൽ കൊണ്ടിടലായിരുന്നു. അവരുടെ വീട്ടിൽ പോയിരുന്ന് തുറക്കാനുള്ള ക്ഷമയില്ല അവർക്ക്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരുന്നു ഒക്കെ. അപ്പോൾ ഇതാ പിന്നെ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഓരോരുത്തരെ കൊണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഇറങ്ങിപ്പോണത്. ഇനി തിരിച്ച് കയറി വരും, അടുത്ത ആളെ കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഇവിടെ ഫ്ലാറ്റിൽ തന്നെയുള്ള കുട്ടികൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇങ്ങനെ വട്ടം കറങ്ങി നടന്ന് വീടിൻ്റെ ഉള്ളിൽ വന്ന് കുറച്ച് നേരം കളിച്ച് എന്നിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.